എൻ്റെ ജീവിതത്തിൽ അസാധ്യമാണ് പലതെന്നും തോന്നുന്നുണ്ടെങ്കിൽ ചില വഴികളെയൊക്കെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ നാം ഓരോരുത്തരും തയ്യാറാകുമ്പോൾ മാത്രമാണ് യേശു തമ്പുരാൻ പറയുന്നത് ഇടുക്കുവാതിലിൽ കൂടി കടപ്പാൻ. കാരണം എന്താണ്? സ്വർഗരാജ്യത്തിലേക്കുള്ള വഴി ഇടുങ്ങിയതും ഞെരുങ്ങിയതുമാണ്. അതുകൊണ്ടാണ് പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചത്, രാജ്യത്തിൻ വാതിൽ ചെറിയതുമാർഗം ആ വഴിഗമനം കാംക്ഷിപ്പോർ അത്യുത്സാഹമവശ്യം താൻ അലസതലേശം ബാധിച്ചാൽ അശുഭവഴിക്കു വശം വദരായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. പിതാക്കന്മാർ ഈ ദേശത്ത് പാർത്ത് നമ്മെ കാട്ടിത്തന്ന വഴി രാജ്യത്തിലേക്കുള്ള വഴിയായിരുന്നു. രാജ്യത്തിലെ വഴിയുടെ പ്രത്യേകത എന്തായിരുന്നു? എബ്രായ ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം പറയുകയാണ്, വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിനെ നോക്കുവിൻ. തൻ്റെ മുൻപിൽ വെച്ചിരിക്കുന്ന സന്തോഷത്തെ ഓർത്ത് ഈ ഭൂമിയിലെ സന്തോഷത്തെ അലക്ഷ്യമാക്കി അവനത് നിത്യജീവനായി സൂക്ഷിച്ചതായിട്ട് നാം വായിക്കുന്നുണ്ട്. ആയതുപോലെ അതിനെ മുറുകെ പിടിച്ച പിതാക്കന്മാർ നമ്മോട് പറയാ, രാജ്യത്തിന്റെ വാതിൽ ചെറുതാണ്, അതിനെന്തു വേണം? അത്യുത്സാഹം വേണം. ഈ ഉത്സാഹം പോരാ. ജോലി കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ വന്നിരിക്കുന്നില്ലേ എന്നുള്ള ഉത്സാഹം പോരാ. മക്കളുടെ മുൻപിൽ അത്യുത്സാഹം ആവശ്യമാണ്. ഇപ്പോൾ കാണിക്കുന്ന ആത്മീയതയല്ല, അത്യുത്സാഹം ആവശ്യമാണ്. അതിനെന്ത് ചെയ്യണം? അലസത ബാധിച്ചാൽ, പലപ്പോഴും പ്രാർത്ഥനയിൽ നമ്മൾ അലസതയുള്ളവരാ, ആത്മീയ പ്രവർത്തനങ്ങളിൽ അലസതയുള്ളവരാ. അലസത ലേശം ബാധിച്ചാൽ അശുഭ വഴിക്ക് വശം വതരാകും, ശുഭമല്ലാത്ത വഴിയിൽ കൂടെ സഞ്ചരിക്കും, സ്വന്തം ആത്മാവിനെ സ്വയമേ നിഹനിക്കും. ആയതുകൊണ്ട് എന്തായിരുന്നു നമ്മുടെ പിതാക്കന്മാരുടെ ഒന്നാമത്തെ വഴി? നമ്മുടെ പിതാക്കന്മാരുടെ ഒന്നാമത്തെ വഴി കാഴ്ചപ്പാടുകളിലെ വ്യത്യസ്തമായ വഴികളായിരുന്നു. അവരുടെ കാഴ്ചപ്പാടുകളിലെ വ്യത്യസ്തമായ വഴികളായിരുന്നു. ഇന്ന് നമ്മളെല്ലാം എല്ലാ കാര്യങ്ങളും കാഴ്ചപ്പാടുകളുടെ അടിസ്ഥാനത്തിലാണ്. നമുക്ക് ഓരോരുത്തരെ കുറിച്ച് ഓരോ കാഴ്ചപ്പാടുണ്ട്. അതനുസരിച്ചാണ് നമ്മൾ അവർക്ക് വിലയിടുന്നത്. നമ്മുടെ കുടുംബത്തിലുള്ളവരെ കുറിച്ച്, ദേവാലയത്തിലുള്ളവരെ കുറിച്ച്, അയൽപക്കത്തുള്ളവരെ കുറിച്ച് ഒക്കെ നമുക്ക് കാഴ്ചപ്പാടുകളാ. എന്തിന്? കുടുംബത്തിനുള്ളിൽ തന്നെ പല കാഴ്ചപ്പാടുകളാ. പണ്ടൊക്കെ ഒരു ടിവിയും ഒരു ഫോണും ഒരു മുറിയും ഒക്കെ ആയിരുന്ന സമയത്ത് അല്പം കൂടെ മാനസികമായ പൊരുത്തങ്ങൾ നമ്മുടെ ഇടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഓരോരുത്തർക്കും പേരായിട്ട് സുഖലോലുപതകൾ കൂടിയപ്പോൾ എല്ലാവരും അവരവരുടെ തുരുത്തുകളിലേക്ക് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളിൽ, മമ്മി അല്ലെങ്കിലും അങ്ങനെയല്ലേ, പപ്പ അല്ലെങ്കിലും അങ്ങനെയല്ലേ എന്നീ ഒരു കാഴ്ചപ്പാടുകളിലേക്ക് ഒതുങ്ങിപ്പോയിരിക്കുക. എന്നിട്ട് ഒരേ വീടുകളിൽ തന്നെ മതിലുകൾ കെട്ടി താമസിക്കുന്നവരാ നമ്മൾ. പല മുറികളിലും ഹൃദയങ്ങൾ തമ്മിൽ മതിലുകളാണ്. അപ്പനെ അറിയുന്ന അമ്മയെയും അമ്മയെ അറിയുന്ന അപ്പനും, മക്കളെ അപ്പനെയും അമ്മയും അറിയുന്ന മാതാപിതാക്കളും ഇന്ന് കുറയുന്നു. അവിടെ പല കാഴ്ചപ്പാടുകളാണ്. ഒരിക്കൽ ഒരാൾ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് അയാളുടെ ഒരു ഡയറി എടുത്ത് എഴുതി. കഴിഞ്ഞ വർഷത്തെക്കുറിച്ചാ. ഇതുപോലെ ജനുവരിയുടെ ഒരു ആരംഭത്തിലായിരുന്നു. അയാളുടെ ഡയറിയിൽ ഇങ്ങനെ കുറിക്കുകയായിരുന്നു, എന്തൊരു നശിച്ച വർഷമായിരുന്നു കഴിഞ്ഞു പോയത്. ദൈവമേ, ഇനി ഇതുപോലെ ഒരു വർഷം ഉണ്ടാകരുതേ എന്ന്. എന്തെല്ലാം കഷ്ടതകളായിരുന്നു എന്ന് അയാൾ ഓർത്തുപോയി. അയാൾ ഒന്നൊന്നായി അക്കമിട്ട് എഴുതി. ഒന്നാമത് അയാൾ എഴുതി, വെറുതെ ആശുപത്രിയിൽ ഇത്രത്തോളം പൈസ കൊടുത്തൊരു വർഷം. രണ്ടാമത് അയാൾ എഴുതി, ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ ജോലി സ്ഥലത്ത് നിന്ന് പെൻഷനായിട്ട് തിരികെ വന്ന വർഷം. മൂന്നാമത് അയാൾ എഴുതി, എൻ്റെ പ്രതീക്ഷയായ എൻ്റെ മകൻ പരീക്ഷയിൽ തോറ്റുപോയ വർഷം. നാലാമത് എഴുതി, വലിയൊരു ആക്സിഡന്റ് ഉണ്ടാക്കിയ സാമ്പത്തികമായ നഷ്ടം. എന്നിട്ട് താഴെ അയാൾ എഴുതി ചേർത്തു, ഇതുപോലെ ഒരു നശിച്ച വർഷമെന്ന്. എന്നാൽ പിറ്റേ പ്രഭാതത്തിൽ അയാൾ ഉണർന്നപ്പോൾ അയാൾ തുറന്നു വെച്ചിരുന്ന ഡയറിയിൽ അപ്പുറത്തെ പേജിൽ ആരോ കുത്തിക്കുറിച്ചിരിക്കുന്നു. നോക്കിയപ്പോൾ അതിൻ്റെ കൈയക്ഷരം അയാളുടെ ഭാര്യയുടേതായിരുന്നു. അയാളുടെ ഭാര്യ അപ്പുറത്തെഴുതി, ദൈവമേ, ഈ ഒരു കഴിഞ്ഞ വർഷം എത്രത്തോളം അനുഗ്രഹത്തിൻ്റെ വർഷമായിരുന്നു. എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നീ ഞങ്ങൾക്ക് നൽകിയത്. ഒന്ന്, കൃത്യമായി രോഗം നിർണയിച്ചത് മൂലം എൻ്റെ ഭർത്താവിന് തക്ക സമയത്ത് ഓപ്പറേഷൻ നടത്തി സുഖപ്പെടാൻ നീ അനുഗ്രഹിച്ച വർഷം.
മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത വർഷം. രണ്ടാമതായിട്ട് അവൾ എഴുതി, എൻ്റെ ഭർത്താവ് പെൻഷനായപ്പോൾ, ഇത്രയും നാൾ കരുതി വെച്ചിരുന്ന പ്രോവിഡന്റ് ഫണ്ടും ഗ്രാറ്റുവിറ്റിയും ഒക്കെ കിട്ടിയപ്പോൾ സാമ്പത്തികമായിട്ടൊരു ഭദ്രതയുണ്ടായ അനുഗ്രഹിക്കപ്പെട്ട വർഷം. മൂന്നാമതായിട്ട് അയാൾ എഴുതി, അയാളുടെ അമ്മ മരിച്ചിരുന്നത് വേദന അയാൾ എഴുതിയിരുന്നു. ആ ഭാര്യ എഴുതുകയായിരുന്നു. ഇപ്പുറത്ത് അയാളുടെ ഭാര്യ എഴുതി, 95 വയസ്സായ അമ്മയുടെ വേർപാട് എനിക്ക് വേദനയാണെങ്കിലും എൻ്റെ അമ്മ കഷ്ടപ്പെടാതെ ഈ ഭൂമിയിൽ നിന്ന് സന്തോഷത്തോടെ കടന്നുപോയതിൻ്റെ വർഷം. നാലാമതെഴുതി, എൻ്റെ മകൻ പരീക്ഷ തോറ്റുപോയെങ്കിലും എത്രയെത്ര പരീക്ഷകൾ ഇനി എഴുതി വിജയിക്കുവാൻ അവൻ്റെ മുൻപിലുണ്ട്. കാരണം പരീക്ഷയ്ക്ക് തോറ്റുപോയതിന് കാരണം ഒരു ആക്സിഡൻ്റ് ആയിരുന്നു. ആ ആക്സിഡൻറ്റിൽ എൻ്റെ മകൻ നഷ്ടപ്പെട്ടില്ലല്ലോ എന്ന അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദി. വീണ്ടും പറയുകയാണ്, വാഹനം സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടാക്കിയെങ്കിലും ഇനിയും വാങ്ങാം. എൻ്റെ മകനെ തിരിച്ചു കെട്ടി അനുഗ്രഹത്തിൻ്റെ വർഷം തന്ന ദൈവമേ, ഇനിയുള്ള വർഷത്തിലും ഇതുപോലെ എന്നെ നടത്തണമേ എന്ന് അവൾ എഴുതിയത് വായിച്ച് അയാളുടെ കണ്ണ് നിറയുകയാണ്. പ്രിയമുള്ള മാതാപിതാക്കളെ, ഒരേ വീട്ടിലിരുന്ന് രണ്ടുപേരുടെ കാഴ്ചപ്പാടാണിത്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും കാഴ്ചപ്പാടുകൾ വ്യത്യസ്തമാകുന്നതിന് കാരണം നമ്മളിലെ ഞാൻ എന്ന ഭാവം ഉയർന്നിരിക്കുന്നതാണ്. നമ്മളിലെ ഞാൻ എന്ന ഭാവം, നമ്മൾ പലപ്പോഴും പറയും എനിക്കങ്ങനെയൊന്നുമില്ല എന്ന്. എന്നാൽ നമ്മൾ തന്നെ നമ്മളോട് ചോദിക്കുക, ഒരു ദിവസം എത്ര തവണ ഞാൻ എന്ന വാക്ക് എൻ്റെ കുടുംബത്തിലും എൻ്റെ സ്ഥലങ്ങളിലും ഞാൻ ആയിരിക്കുന്നിടത്തും ഞാൻ ഉപയോഗിക്കുന്നുണ്ട് എന്ന്. വെറുതെ ഒന്ന് നാളെ മുതൽ ഒന്ന് എണ്ണി നോക്കുക. ഒരു ദിവസം എത്ര പ്രാവശ്യം ഞാൻ പറയും, നീയും പിള്ളേരും അനുസരിച്ചോണം. ഞാൻ പറയും, നിങ്ങൾക്ക് എന്താ കേട്ടാല്, ഞാൻ പറയുന്നത് പോലെ എൻ്റെ അപ്പനും അമ്മയും അനുസരിക്കണം. ഞാൻ സെക്രട്ടറി ആയിരുന്ന സമയത്ത്, ഞാൻ ട്രസ്റ്റി ആയിരുന്ന സമയത്ത്, ഞാനിതൊക്കെ നടത്തിയിരുന്ന സമയത്ത് എന്തെല്ലാം തേനും പാലും ഒഴുകുകയായിരുന്നു എന്ന് സ്വയം ജീവിതത്തിൽ പറയാറില്ലേ? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്, ഈ കാണുന്ന ഒന്നും എൻ്റെ കുടുംബത്തിന് തന്നുവിട്ടതല്ല എന്നൊക്കെ പറയുന്ന അഹങ്കാരത്തിൻ്റെയും നിഗളത്തിൻ്റെയും വാക്കുകൾ, കാഴ്ചപ്പാടുകൾ, ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു നമ്മുടെ പൂർവ്വ പിതാക്കന്മാർ കാഴ്ചപ്പാടുകളിലെ വ്യത്യസ്തമായ വഴികൾ നമ്മുടെ തലമുറയിലേക്ക് കാട്ടിക്കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. കാരണം അവർ നോക്കിയത് ആരുടെ മുഖത്തായിരുന്നു? വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായി യേശുവിൻ്റെ കണ്ണിൽ അവർ നോക്കിയിരുന്നത്. നമ്മുടെ പിതാക്കന്മാർ യേശുവിൻ്റെ കണ്ണിൽ കണ്ടതെന്തായിരുന്നു? ഏകജാതനായ പുത്രനോട് ശിഷ്യന്മാർ ചോദിച്ചു, ഞങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണ്? യേശു തമ്പുരാൻ അവരോട് പറയുകയാണ്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. തൻ്റെ പിതാവിനെ പോലും ഈ ലോകത്തിലുള്ള സകല മക്കൾക്കും കൊടുക്കുന്ന ഷെയറിങ്ങിൻ്റെ ഒരു പ്രാർത്ഥന യേശു തമ്പുരാൻ്റെ മുഖത്തേക്ക് നോക്കി അവർ പഠിച്ചു. എന്നാൽ ഇന്ന് കുടുംബത്തിൽ പലപ്പോഴും ഞാനായി മാറുകയാണ്. ആരെയാണ് നിനക്കേറെ ഇഷ്ടം എന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരും പറയും, എന്നെയാണ് എനിക്കേറെ ഇഷ്ടം. പിന്നെ ആരെയാണ് നിനക്കേറെ ഇഷ്ടം എന്ന് ചോദിച്ചാലോ, എന്നോടുള്ള എൻ്റെ ഇഷ്ടം തീരുന്നില്ലല്ലോ എന്ന് പലപ്പോഴും പറയേണ്ടി വരികയാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. നിന്നെ പോലെ നമ്മൾ പലപ്പോഴും അയൽക്കാരനെ സ്നേഹിക്കുക എന്ന വാക്കിനാണ് ഊന്നൽ കൊടുക്കുന്നത്. എന്നാൽ കർത്താവ് അതിലൊരു മർമ്മം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. നിന്നെ പോലെ, എന്നെ പോലെ ഞാൻ മറ്റാരെയും സ്നേഹിക്കില്ല. എന്നെ ആരും ഒന്നും പറയാൻ പാടില്ല. എൻ്റെ കുറ്റങ്ങളും കുറവുകളും ആരും ചൂണ്ടിക്കാണിക്കാൻ പാടില്ല. എന്നെ ആരും വിമർശിക്കാൻ പാടില്ല. എന്നെ ആരും കെട്ടാൻ പാടില്ല. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നീ നിന്നെ സ്നേഹിക്കുന്നത് പോലെ അപരനിലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കാണണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഞാൻ എന്ന ഭാവം ഉയർന്നു നിന്നാൽ എന്ത് സംഭവിക്കും? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം ആരംഭിക്കുന്നത് തന്നെ ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ ഉയർന്നും പൊങ്ങിയും ഇരിക്കുന്ന സിംഹാസനത്തിൽ യഹോവയാം ദൈവം ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പറഞ്ഞുകൊണ്ടാ. അപ്പൊ ഈ ഉസിയ രാജാവ് ആരാണ് ഉസിയ രാജാവ്? 2 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായം പറയുന്നുണ്ട് ആരാണ് ഉസിയ രാജാവ്. ആരായിരുന്നു ഉസിയ രാജാവ്? 16-ാമത്തെ വയസ്സിൽ ദൈവത്താൽ രാജപദവിയിലേക്ക് ഉയർത്തപ്പെട്ടവനാണ് ഉസിയ രാജാവ്. 52 സംവത്സരം ദൈവത്തിന്റെ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണം യഹോവയാൽ അഭിഷേകം ചെയ്തവനായിരുന്നു ഉസിയ രാജാവ്. യഹോവയെ അന്വേഷിച്ചപ്പോൾ യഹോവ അവന് അഭിവൃദ്ധി നൽകി എന്ന് 26-ാം അധ്യായത്തിന്റെ 6-ാം വാക്യം പറയുന്നുണ്ട്. എന്തെല്ലാം അഭിവൃദ്ധികളായിരുന്നെന്നറിയോ? അന്യരാജ്യങ്ങൾ അവൻ പിടിച്ചെടുത്തു, പട്ടണങ്ങൾ പണിതു, 3.5 ലക്ഷത്തിലധികം സൈന്യങ്ങളുടെ അധിപതിയായി ദേശത്ത് തിളങ്ങി ശത്രുവിന്റെ മുൻപാകെ അവനെ യഹോവ മാനിച്ചു എന്ന് പറയുന്നു. അതിനുള്ള കാരണം പറയുന്നത് ഈ 2 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായം
അധ്യായത്തിന്റെ 4-ാം വാക്യത്തിലാ. എന്തായിരുന്നെന്നോ കാരണം? 2 കാരണങ്ങളായിരുന്നു അവനെ അനുഗ്രഹിച്ചതിന്റെ 2 കാരണം. ഒന്ന്, അവൻ അവന്റെ അപ്പനെ പോലെ ദൈവത്തെ പ്രീതിപ്പെടുത്തി. അവന്റെ അപ്പനെ പോലെ ദൈവത്തെ പ്രീതിപ്പെടുത്തി. 2, സെക്കറിയ പ്രവാചകന്റെ ഉപദേശങ്ങൾ അനുസരിച്ചു. പ്രിയമുള്ളവരെ, നമുക്കും ഈ ദേശത്ത് ഉയരണമെന്ന് ആഗ്രഹമില്ലേ? നമ്മുടെ തലമുറ ഈ ദേശത്ത് അനുഗ്രഹിക്കപ്പെടണമെന്ന് ആഗ്രഹമില്ലേ? ശത്രുവിന്റെ മുൻപാകെ നമ്മുടെ തലമുറ മാനിക്കപ്പെടണമെന്ന് ആഗ്രഹമില്ലേ? ഉസിയ രാജാവിനെ അനുഗ്രഹിച്ച കർത്താവ് നമ്മളോട് പറയാ, അപ്പനെ പോലെ ദൈവത്തെ ആരാധിക്കുവാൻ. നമ്മുടെ പിതാക്കന്മാർ ഈ ദേശത്ത് വിശ്വസ്തയോടെ പാർത്തതുപോലെ തലമുറയുടെ മുൻപിൽ വിശ്വസ്തത കാണിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കുന്നുണ്ടോ? ഒന്നുമില്ലായ്മയുടെ കാലത്ത് ചാണകം മെഴുകിയ തറയില് ഓലമേഞ്ഞ വീട്ടിലിരിക്കുമ്പോഴും അവർ ദൈവത്തിന്റെ സന്നിധിയിൽ അവരുടെ പിതാക്കന്മാരെ പോലെ ദൈവത്തെ ആരാധിച്ചു. എന്നാൽ ഇന്ന് സുഖം കുറഞ്ഞു, അല്ല സുഖം കൂടി. നമുക്ക് അസുഖങ്ങളെല്ലാം കൂടി, സുഖവും കൂടി. നമുക്കാർക്കും എഴുന്നേൽക്കാൻ വയ്യ, നമുക്കാർക്കും പ്രാർത്ഥിക്കാൻ വയ്യ, നമുക്കാർക്കും അതനുസരിച്ച് ജീവിക്കാൻ വയ്യ. വചനത്തിന് യാതൊരു കുറവുമില്ല. കോവിഡ് നമുക്ക് സമ്മാനിച്ച ഏറ്റവും അനുഗ്രഹം എന്താന്ന് ചോദിച്ചാൽ, എഴുത്തും വായന അറിയാത്തവർ പോലെ യൂട്യൂബ് എടുക്കാൻ പഠിച്ചു. ശരിയല്ലേ? നമുക്കിന്ന് കറിക്കരിയണമെങ്കിലും നഖം വെട്ടണമെങ്കിലും പ്രസംഗം കേൾക്കേണ്ട അവസ്ഥയായി. വചനത്തിന് യാതൊരു പഞ്ഞവുമില്ലാത്ത കാലം. അപ്പത്തിനായുള്ള വിശപ്പോ വെള്ളത്തിനുള്ള ദാഹമോ അല്ല, ദൈവത്തിന്റെ വചനത്തിനെന്ന് പ്രവാചകൻ പറയുന്നത് പോലെ ഇഷ്ടം പോലെ ഞാൻ ആയിരിക്കുന്നക്ക് വചനം ഇറങ്ങി വരികയാണ്. പക്ഷേ നമ്മുടെ അപ്പന്മാരെ പോലെ വചനം അനുസരിച്ച് ഇല്ലായ്മയിലും ദൈവത്തെ മുറുകെ പിടിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? 2, സക്കറിയ പ്രവാചകന്റെ ഉപദേശങ്ങളെ അനുസരിച്ചു. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന പ്രവാചകന്മാരുടെ ഉപദേശങ്ങളെ അവർ അനുസരിച്ചു. എന്നാൽ ഇന്ന് വചനം കേൾക്കുന്നതല്ലാതെ വചനം അനുസരിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? കേൾവിക്കൊരു കുറവുമില്ല. എന്താ സാധിക്കാത്തത്? നമ്മൾ പലപ്പോഴും വചനം കേൾക്കുമ്പോൾ ഓർക്കും ഇതനുസരിച്ച് ജീവിക്കണമെന്ന്. എന്തുകൊണ്ട് സാധിക്കുന്നില്ല? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം പറയുകയാണ്, ഉന്നതനും ശാശ്വതവാസിയും മഹാപരിശുദ്ധനെന്ന നാമമുള്ളവനുമായ ഞാൻ താഴ്മയും മനസ്താപവും ഉള്ളവനാകയാൽ താഴ്മയുള്ളവരുടെയും മനസ്താപമുള്ളവരുടെയും ഹൃദയത്തിൽ മാത്രം വസിക്കുന്നു. ഭവനത്തിൽ അന്ധന് കാഴ്ച കൊടുത്ത വചനം, ചെകിടനെ എഴുന്നേൽപ്പിച്ച വചനം, തളർവാദ രോഗിയെ സൗഖ്യപ്പെടുത്തിയ വചനം, രക്തസ്രാവക്കാരി സ്ത്രീയെ എഴുന്നേൽപ്പിച്ച വചനം. എന്താ എൻ്റെ വീട്ടിലെ കലഹം മാറ്റാത്തത്? എന്താ എൻ്റെ വീട്ടിലെ പ്രശ്നങ്ങൾ കടന്നു വരാത്തത്? എന്താ എൻ്റെ വീട്ടിലേക്ക് കടന്നു വന്ന് എൻ്റെ തലമുറയെ അനുഗ്രഹിക്കാത്തത്? ഉന്നതനും ശാശ്വതവാസിയും മഹാപരിശുദ്ധനും നാമമുള്ളവൻ താഴെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് താഴ്മയും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിൽ മാത്രമാണ് വസിക്കുന്നത്. അങ്ങനെ ഉസിയ രാജാവിലേക്ക് തിരിച്ചു വരാം. 2 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് തിരിച്ചു വരാം. ഉസിയ രാജാവിന്റെ കീർത്തി നാട്ടിലെങ്ങും പരന്നു. ഉസിയ രാജാവും ഇതറിഞ്ഞു. 26-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം നാശത്തിനായിട്ട് നിഗളിച്ചു എന്ന്. അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം നാശത്തിനായിട്ട് നിഗളിച്ചു. പലപ്പോഴും ഞാൻ ബലവാനാണെന്ന് തോന്നിയാൽ അടുത്തയാഴ്ച പൈസ എവിടെയെങ്കിലും കൊണ്ട് ആശുപത്രി കൊടുക്കുന്നതായിട്ട് നമ്മൾക്ക് അനുഭവത്തിലില്ലേ? പലപ്പോഴും അഹങ്കാരത്തോടെ സംസാരിക്കുമ്പോൾ ഞാൻ ബലവാനായി എന്ന് പറഞ്ഞ് അസരിയ പുരോഹിതന്മാർ മാത്രം കയറുന്ന പ്രധാന സ്ഥലത്തേക്ക് കടന്നു ധൂപപാത്രം അവൻ കയ്യിലെടുത്തു. ധൂപപാത്രം കയ്യിലെടുത്തപ്പോൾ പുരോഹിതന്മാർ അവനെ വിലക്കി. കേട്ടില്ല, ഒരുപാട് കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് പലപ്പോഴും മുഖം തിരിച്ചു പോകുന്നവരല്ലേ നമ്മളും? എന്ത് സംഭവിച്ചു? ഉസിയ രാജാവിന്റെ തിരുനെറ്റിയിൽ തന്നെ, കിരീടമിരിക്കുന്ന തിരുനെറ്റിയിൽ തന്നെ കുഷ്ഠം വന്നു. കുഷ്ഠം വന്നാൽ രാജാവായിക്കൊള്ളട്ടെ പ്രജയായിക്കൊള്ളട്ടെ പാളയത്തിന് പുറത്താ. ഉസിയ രാജാവ് സ്ഥാനഭ്രഷ്ടനായി പോയി. പലപ്പോഴും ജീവിക്കുമ്പോൾ രാജാവാണെന്ന് അഹങ്കരിക്കുന്നവരാണ് നമ്മൾ. അതുകൊണ്ടാണ് പിതാക്കന്മാർ പറയുന്നത്, ജീവിക്കുമ്പോൾ ദൈവത്തെ പോൽ കൽപ്പിക്കുന്നു, ജീവാന്ത്യത്തിൽ മൃഗമെന്നോണം മാഞ്ഞിടുന്നു. എന്നിട്ട് ഉദാഹരണം പറയാണ്, മുന്നം നാളിൽ കർത്താക്കന്മാർ രാജാക്കന്മാർ, ഇന്നൽപ്പന്മാർ മൃത്യുഗസ്ഥർ സ്ഥാനഭ്രഷ്ടർ. ഇന്ന് അല്പന്മാരും സ്ഥാനഭ്രഷ്ടന്മാരുമായിട്ട് മുന്നിൽ നടന്നിരിക്കുന്നവർ നമ്മളോട് പറയുക, ജീവിക്കുമ്പോൾ ദൈവത്തെ പോലെ കൽപ്പിച്ചവരൊക്കെ തന്നെ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ എന്നിലെ ഞാനൊന്ന് മാറ്റപ്പെടണം. സദൃശ്യവാക്യം 21-ാം അധ്യായം 24-ാം വാക്യം പറയുന്നു, നിഗളവും ഗർവവും ഉള്ളവന് പരിഹാസി എന്നാണ് പേര്. എൻ്റെ ജീവിതത്തിൽ ദൈവമേ, എവിടെയാണ് എനിക്കൊരു ശുദ്ധീകരണം ആവശ്യമുള്ളത്?
എവിടെയാണ് എനിക്കൊരു മാനസാന്തരം ആവശ്യമുള്ളത്? എൻ്റെ പിതാക്കന്മാർ കാട്ടിക്കൊടുത്ത സത്യവിശ്വാസം എൻ്റെ മക്കളിലേക്ക് കൊടുക്കുമ്പോൾ മക്കൾ എന്തുകൊണ്ട് ഏറ്റെടുക്കുന്നില്ല? നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലെ അഭിനയിക്കാത്തത് കൊണ്ടല്ല, പ്രാർത്ഥിക്കുന്നത് പോലെ ജീവിക്കാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മക്കൾ നമ്മൾ ചെയ്യുന്നത് ആവർത്തിക്കാൻ മടി കാണിക്കുന്നത്. പ്രിയമുള്ളവരെ, ആയതുകൊണ്ട് എന്തു ചെയ്യണം? നമ്മളൊന്ന് മുറിക്കപ്പെടണം. മഴ എന്താണ് പഠിപ്പിക്കുന്ന പാഠം? മേഘം തന്നെ മുറിക്കുമ്പോഴാണ് അത് മഴയായിട്ട് ഭൂമിയിലേക്ക് പെയ്തിറങ്ങുന്നത്. ശരിയല്ലേ? മണ്ണിൽ കർഷകൻ നന്നായി മണ്ണിനെ കിളയ്ക്കുമ്പോഴാണ് പുതിയ കൃഷിക്കത് അനുയോജ്യമാകുന്നത്. മണ്ണിൽ വീഴുന്ന വിത്തുകൾ തനിയെ അഴുകാൻ ഏൽപ്പിക്കുമ്പോഴല്ലേ പുതിയ തൈയായിട്ട് മുളയ്ക്കുന്നത്. തൈകൾ മുളച്ച് മരമായി നിന്ന് വെയിലും മഴയും കൊള്ളുമ്പോഴല്ലേ പുതിയ പൂക്കളും കായ്കളും ഉണ്ടാകുന്നത്. പൂക്കളും കായ്കളും ഉണ്ടായി ഈ കായൊന്ന് വീണ്ടും പൊട്ടുമ്പോഴല്ലേ പുതിയ ജീവൻ ഉണ്ടാകുന്നത്. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ പലപ്പോഴും ഒന്ന് മുറിക്കപ്പെടാൻ നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. കുടുംബത്തിൽ ഒരു നെല്ലട വിട്ടുകൊടുക്കുന്നില്ലെന്ന് അഭിമാനിക്കുന്നവരാ നമ്മൾ. ഒറ്റ വാക്കിൽ ഒറ്റ ചൂണ്ടുവിരലിൽ നിർത്തുന്നു എന്ന് പറയുന്നവരാ നമ്മൾ. നമ്മളെക്കാൾ വീരന്മാർ കല്ലറകൾക്കുള്ളിൽ അടങ്ങിപ്പോയി എന്ന് നമ്മൾ എന്തേ ഓർക്കാത്തത്? കുടുംബത്തിൽ യൗസേപ്പിനെ പോലെയുള്ള അപ്പന്മാരുണ്ടാകണം. ലോകത്തിൻ്റെ ശരിയേക്കാൾ ദൈവത്തിൻ്റെ ശരിക്ക് കാതോർത്തവനാണ് യൗസേപ്പ്. ലോകത്തിൻ്റെ ശരിയേക്കാൾ ദൈവത്തിൻ്റെ ശരിക്ക് കാതോർത്തവനാണ് യൗസേപ്പ്. യൗസേപ്പ് മറിയാമിൻ്റെ മുൻപിൽ ഒരു ശുശ്രൂഷക്കാരനെ പോലെ കൂടെ നടക്കുകയായിരുന്നു. ലോകത്തിൻ്റെ മുൻപിലേക്കാൾ ദൈവത്തിൻ്റെ ശരികൾക്ക് ഊന്നൽ കൊടുത്തവളായിരുന്നു മറിയാം. ദൈവത്തിൻ്റെ ശരിയാണ് ശരിയെന്ന് കഷ്ടത ഏറ്റെടുത്തവളായിരുന്നു മറിയാം. കുടുംബത്തിൽ കൃപ നിറഞ്ഞ മറിയാമും നീതിമാനായ യൗസേപ്പും ഉണ്ടാകുമ്പോഴാണ് ക്രിസ്തുവിനെ പോലെയുള്ള ഒരു തലമുറയുണ്ടാകുന്നത്. അതുകൊണ്ടല്ലേ ആ പാപിനിയായ സ്ത്രീയെ കല്ലെറിഞ്ഞുകൊണ്ട് ഒരുപാട് പേർ കടന്നു വന്നു. അവൾ ഓടിച്ചെന്ന് യേശുതമ്പുരാന്റെ കാൽക്കലേക്ക് വീണപ്പോൾ യേശുതമ്പുരാൻ മാത്രം കുനിഞ്ഞിരുന്ന് തറയിൽ എഴുതിയതേ ഉള്ളൂ. കാരണം എന്തായിരുന്നു? യേശുതമ്പുരാൻ ആ തറയിൽ തൻ്റെ അപ്പൻ്റെ മുഖം കാണുകയാണ്. പിതാവിൻ്റെ ഹിതം നിറവേറ്റുവാൻ ഭൂമിയിലെ തൻ്റെ പിതാവായ യൗസേപ്പ് കല്ലെറിഞ്ഞു കൊല്ലുവാൻ ഏൽപ്പിക്കാതെ മറിയാം എന്നൊരു യുവതിയെ ചേർത്ത് പിടിച്ചതുപോലെ പലപ്പോഴും പലരെയും ചേർത്ത് പിടിക്കാൻ നമ്മുടെ ഗർവവും നമ്മുടെ അഹങ്കാരവും നമ്മുടെ എടുത്തുചാട്ടവും അനുവദിക്കുന്നില്ല എങ്കിൽ, പ്രിയമുള്ളവരെ, നമ്മളിലെ ഞാനൊന്ന് മുറിക്കപ്പെടണം. അതിനൊറ്റ മാർഗമേ ഉള്ളൂ. എന്താണ്? വചനം എൻ്റെ ഉള്ളിലേക്ക് വരണം. കാഴ്ചപ്പാടുകളും കാഴ്ചകളും ഒക്കെ ഒന്ന് മാറണം. അല്ലെങ്കിൽ നമ്മുടെ കുടുംബ ജീവിതങ്ങളൊക്കെ പുതിയ തലമുറയിൽ പൂർണ്ണമായും മാതൃകയില്ലാതെ നശിച്ചു പോകും. 2 ശമൂവേൽ പുസ്തകം 6-ാം അധ്യായത്തിൽ നമുക്ക് പരിചിതമായ ഒരു കുടുംബ ജീവിതമുണ്ട്. ആരുടേതാണെന്നറിയാമോ? ദാവീദ് രാജാവിൻ്റെയും മീഖൾ രാജ്ഞിയുടെയും കുടുംബമാണ്. ആ കുടുംബത്തിൻ്റെ പ്രത്യേകത എന്താ? 6-ാം അധ്യായം ആരംഭിക്കുമ്പോൾ തന്നെ ദാവീദ് രാജാവിന് ഒറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ, തൻ്റെ ദൈവത്തിൻ്റെ പെട്ടകം തൻ്റെ രാജ്യത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവരണം. അതിനുവേണ്ടി ദാവീദ് അക്ഷീണം പ്രയത്നിച്ചു. ദാവീദ് അക്ഷീണം പ്രാർത്ഥിച്ചു. യഹോവയുടെ പെട്ടകം തൻ്റെ രാജ്യത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുവരുന്നു എന്നറിഞ്ഞ് ദാവീദ് രാജാവ് പഞ്ഞിനൂലങ്കി ധരിച്ച് മതിമറന്ന് നൃത്തം ചെയ്തു. മതിമറന്ന് പഞ്ഞിനൂലങ്കി ധരിച്ച് രാജ്യത്തിൻ്റെ രാജാവ് നൃത്തം ചെയ്താലുള്ള അവസ്ഥയൊന്ന് ചിന്തിച്ചു നോക്ക്. രാജാവ് ഇങ്ങനെ നൃത്തം ചെയ്തുകൊണ്ട് വരുന്നത് 6-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യമായപ്പോൾ ഉയരത്തിലെ രാജകൊട്ടാരത്തിൻ്റെ കിളിവാതിലിൽ കൂടി, മട്ടുപ്പാവിലെ കിളിവാതിൽ കൂടി രാജ്ഞിയായ മീഖൾ കാണുകയാണ്. മീഖൾ നിസാരക്കാരിയല്ല, ശൗൽ രാജാവിൻ്റെ പുത്രിയാണ്. ശൗൽ രാജാവിൻ്റെ പുത്രിയായ മീഖൾ കാണുകയാണ്. മീഖൾ അത് കണ്ടു, ഹൃദയത്തിൽ നിന്ദിച്ചു എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. അങ്ങനെ ദാവീദ് രാജാവ് മുന്നിലേക്ക് വന്ന് ദൈവത്തിൻ്റെ ജനത്തെ അനുഗ്രഹിച്ച് കൊട്ടാരത്തിനകത്തേക്ക് കയറി കൊട്ടാരത്തിലുള്ളവരെ അനുഗ്രഹിക്കാനായി കടന്നു ചെന്നപ്പോൾ മീഖൾ രാജ്ഞിയുടെ മുഖത്ത് മാത്രം അത്ര കണ്ട് പ്രസന്നത പോരാ. മീഖൾ രാജ്ഞിയോട് കാര്യമാരാഞ്ഞപ്പോൾ രാജ്ഞി പറയുകയാണ്, നിസാരന്മാരിൽ ഒരുത്തനെ പോലെ തന്നെ താൻ അനാവൃതനാക്കിക്കൊണ്ട് ദാസന്മാരുടെയും ദാസികളുടെയും മുൻപിൽ നൃത്തം ചെയ്യുവാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്ന്. ഇവിടെ എന്താണ് സംഭവിച്ചത്? മീഖൾ രാജ്ഞിയുടെ നോട്ടം തെറ്റി. കാഴ്ചപ്പാടുകളും മാറി. കാഴ്ചപ്പാടുകൾ മാറിയപ്പോൾ കാഴ്ച തന്നെ മാറി. ജനം മുഴുവൻ, ആ ദേശത്തെ രാജ്യത്തെ മുഴുവൻ പേരും യഹോവയുടെ പെട്ടകത്തെ നോക്കിയപ്പോൾ മീഖൾ രാജ്ഞി നോക്കിയത് എന്തായിരുന്നു? തൻ്റെ ജീവിത പങ്കാളിയുടെ കുറവിനെയാണ്, ദാവീദ് രാജാവിൻ്റെ കുറവിനെയാണ്. അപ്പോഴെന്തു ചെയ്തു? ഹൃദയത്തിൽ നിന്ദിച്ചു കഴിഞ്ഞപ്പോൾ വായിൽ കൂടെ അത് പുറത്തേക്ക് വന്നു.
പലപ്പോഴും പലരോടും പലതും പറഞ്ഞിട്ട് നമ്മൾ പറയും, അന്നേരത്തെ ദേഷ്യത്തിന് പറഞ്ഞതാ, എൻ്റെ മനസ്സിലെങ്ങും ഒന്നും വെച്ചിട്ടല്ല കേട്ടോ, ചുമ്മാതാ. ഹൃദയം നിറഞ്ഞ് കവിയുന്നത് അത്രേ വായി സംസാരിക്കുന്നത്. മീഖൽ രാജ്ഞിക്ക് സംഭവിച്ചത് ഒന്നാമത് കാഴ്ചപ്പാട്. ദാവീദിനെ കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ട്. എന്താണ്? നീ ഒരു ആട്ടിടയനാണ്. ആഫ്റ്റർ ഓൾ എത്ര രാജാവായാലും നീ ആര് തന്നെയാണ്? ഒരാട്ടിടയനാണ്. പലപ്പോഴും ജീവിത പങ്കാളി നമുക്ക് ചെയ്തു തരുന്നതിന് കണക്കില്ല, സഹോദരന്മാർ ചെയ്തു തന്നതിന് കണക്കില്ല, മാതാപിതാക്കൾ നമുക്ക് തന്നതിന് കണക്കില്ല, തരാത്തതിന് കൃത്യം കണക്കുണ്ട്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, 4 മക്കളുണ്ടെങ്കിൽ ദൂരെയുള്ള 3 മക്കളും തരുന്നതിന് കണക്കുണ്ട്. കൂടെ നിന്ന് ഓരോ ദിവസവും വെള്ളം ചൂടാക്കി തരുന്നവർക്ക് കണക്കില്ല. അവരുടെ സ്നേഹത്തിന് ത്ലാസ് മാറ്റി വെച്ചിരിക്കുക. നമ്മള് കാഴ്ചപ്പാടുകൾ മാറേണ്ടിയിരിക്കുന്നു. കുടുംബങ്ങളിൽ ഞാൻ എന്ന ഭാവം അപ്പോൾ നോട്ടം തെറ്റും. നോട്ടം തെറ്റുമ്പോൾ ഹൃദയത്തിൽ നിന്ദിക്കും. ഹൃദയത്തിൽ നിന്ദിച്ചാൽ വായിൽ കൂടി സംസാരിക്കും. അതുകൊണ്ട് നമ്മെ തന്നെ ഈ ദിവസങ്ങളിൽ പിതാക്കന്മാരെ പോലെ കാഴ്ചപ്പാട്, ഞാനിൽ നിന്ന് ഞങ്ങളിലേക്കൊരു കാഴ്ചപ്പാട് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ദാവീദ് രാജാവ് ഭക്തനാണെങ്കിലും വിട്ടുകൊടുത്തില്ല കേട്ടോ. 21, 22 വാക്യങ്ങളിൽ ദാവീദ് രാജാവ് അതിന് മറുപടിയായിട്ട് പറയുകയാണ്, യഹോവയുടെ ജനമായ ഇസ്രായേലിന് പ്രഭുവായി എന്നെ നിർത്തിയ എൻ്റെ ദൈവത്തിൻ്റെ മുൻപിൽ ഞാൻ ഇനിയും നൃത്തം ചെയ്യും. ഇവിടെ ദാവീദ് രാജാവ് ഒറ്റ കാര്യം ആദ്യം തന്നെ പറയാണ്, എല്ലാത്തിനും ഉപരിയായി നിന്റെ അപ്പനേക്കാൾ എന്നെ ഉയർത്തിയ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ ഇനിയും വാക്കുകൾ തെറ്റിപ്പോയി. ഇത്രയും ദിവസം ദാവീദ് രാജാവ് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്ത്? ദാവീദ് രാജാവ് എന്താ പ്രാർത്ഥിച്ചേ? യഹോവയുടെ പെട്ടകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. യഹോവയുടെ പെട്ടകം കിട്ടി. വർത്താനം. യഹോവയുടെ പെട്ടകത്തിന് വേണ്ടി ധ്യാനിച്ച് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അല്ലേ? നമ്മുടെ ജീവിതത്തിലും ഭയങ്കര പ്രാർത്ഥനക്കാരാ. നമുക്ക് പ്രാർത്ഥനപ്പായ എണീക്കാൻ നേരെയില്ല, പള്ളിയിൽ നിന്ന് പോകാൻ നേരെയില്ല. ഇനി പെരുന്നാൾ കഴിഞ്ഞിട്ട് കൊടി താഴ്ത്തിയിട്ട് വീട്ടിൽ പോകുന്നുള്ളൂ. പക്ഷെ നമ്മുടെ ആത്മീയത വീട്ടിൽ ചെന്ന് കയറുമ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം കണ്ടാൽ മതി പൊട്ടിത്തെറിക്കുന്നവരാ നമ്മൾ. ആത്മീയതയ്ക്ക് കുറവില്ല. പ്രാർത്ഥനയോത്തിന്റെ സെക്രട്ടറിയാണ്, പ്രാർത്ഥനയോടെ പ്രാർത്ഥനയാണ്. ദാവീദ് എന്തു ചെയ്തു? ഒറ്റ തെറ്റിന് മീഖൽ രാജ്ഞി പറഞ്ഞതിന് മറുപടി എന്താ പറഞ്ഞേ? നിന്റെ അപ്പനേക്കാൾ എന്നെ ഉയർത്തിയ ദൈവത്തിന്റെ മുൻപിൽ ഞാൻ ഇനിയും. ആദ്യം തന്നെ പറഞ്ഞത് വീട്ടിലിരിക്കുന്നവരെയാണ്. പിന്നെ ആ വീട്ടിലെ കോലാഹലത്തിന്റെ ആവശ്യമുണ്ടോ? പ്രിയമുള്ളവരെ, യാക്കോബ് ശ്ലീഹയുടെ ലേഖനം 1-ാം അധ്യായം 26-ാം വാക്യം പറയുകയാണ്, ഒരുവൻ തന്റെ നാവിന് കടിഞ്ഞാണിടാതെ ഹൃദയത്തെ വഞ്ചിച്ചുകൊണ്ട് താൻ ഭക്തനാണെന്ന് പറഞ്ഞാൽ അവന്റെ ഭക്തി ദൈവസന്നിധിയിൽ വ്യർത്ഥമാണ്. ആദ്യം ശുദ്ധീകരിക്കപ്പെടേണ്ടത് ഹൃദയമാണ്. ഹൃദയത്തിൽ ഒരുവൻ ഭക്തനാണെന്ന് സ്വയം പറഞ്ഞാൽ അവന്റെ ഭക്തി വ്യർത്ഥമാ. നാവിന് കടിഞ്ഞാണിടുന്നവന് മാത്രമാണ് ഹൃദയത്തെ ചൊവ്വാക്കി സൂക്ഷിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഈ സന്ധ്യയിൽ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, എൻ്റെ പിതാക്കന്മാരെ പോലെ നേരെയുള്ള നിർമ്മലമായ ഒരു ഹൃദയം എനിക്ക് തരണമേ. സ്ഥിരതയുള്ള ഒരു ആത്മാവിനെ, സകലതയെയും സഹിക്കുന്ന ആത്മാവിനെ. അതിനെന്തു വേണമെന്നറിയാമോ? ദൈവത്തിന്റെ വചനം എൻ്റെ വായിക്ക് കാവൽക്കാരനും എൻ്റെ അധരങ്ങൾക്ക് സൂക്ഷിപ്പുകാരനുമായിരിക്കണം. അതുകൊണ്ടാണ് നമ്മളെ പഠിപ്പിക്കുന്നത്, ശീലിപ്പിക്കെന്നെ നാഥാ നിൻ കൽപ്പനയെല്ലാം ഞാൻ കാത്തിഹ നിൻ കൃപയിൽ ജീവിപ്പാൻ നിൻ വരഭണ്ഡാരം കവരായി വാൻ നിർത്തിയിടേണ മേ കാവൽക്കാരെ മെയിൻ വാതിൽക്കൽ. ശീലിപ്പിക്കുക എന്നെ നാഥാ നിന്റെ കൽപ്പനകളെല്ലാം പാലിക്കാൻ. ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ കൽപ്പന. ദൈവത്തിന്റെ വചനം പാലിക്കുമ്പോൾ മാത്രമാണ് നിന്റെ വരഭണ്ഡാരമായ എൻ്റെ ശരീരം, നമ്മൾ ദൈവത്തിന്റെ മന്ദിരമാണ്. നിന്റെ വരഭണ്ഡാരമായ എൻ്റെ ശരീരത്തിന്റെ വായ്ക്ക് കാവൽക്കാരനായാൽ, എൻ്റെ മെയ്യുടെ വാതിലായ എൻ്റെ വായെ നിയന്ത്രിക്കുവാൻ ദൈവത്തിന്റെ വചനമേ എൻ്റെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരണമേ എന്ന്. അങ്ങനെയാകുമ്പോൾ മാത്രമാണ് കാഴ്ചപ്പാടുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറുന്നത്. നമ്മളെ തന്നെ ശുദ്ധീകരിക്കാം, കാഴ്ചകളെയും കാഴ്ചപ്പാടുകളെയും മാറ്റാം. 2 പിതാക്കന്മാർ കാട്ടിത്തന്ന വഴി കണ്ണുനീരിനെ കരുത്താക്കിയ വഴിയാ. ഇന്ന് നമുക്ക് കണ്ണുനീരിഷ്ടമില്ല, ക്രൂശ് നമുക്കിഷ്ടമില്ല. ക്രൂശില്ലാത്ത ഉത്ഥാനം എവിടെയെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയി മുട്ടുമടക്കാൻ ആഗ്രഹിക്കുന്നവരല്ലേ?
അവിടെ ചെന്ന് തലകുനിക്കാൻ ആഗ്രഹിക്കുന്നവരാ. കാരണം കുരിശില്ല, ഉത്ഥാനം മാത്രം മതി. കഷ്ടത എനിക്ക് പറ്റില്ല. കഷ്ടതയുടെ നടുവിൽ കൂടി നടന്നപ്പോഴാണ് ആവർത്തന പുസ്തകത്തിൽ മോശ തൻ്റെ ജനത്തോട് പറഞ്ഞത്, പുരാതനെ ദൈവം നമ്മുടെ സങ്കേതം, കീഴേ ശാശ്വത ഭുജങ്ങളുണ്ടെന്ന്. അല്ലേ? നമ്മൾ പാടാറുണ്ട്, കഷ്ടനഷ്ട ശോധനകളിൽ പൊന്മുഖം ഞാൻ നേരിൽ കണ്ടിടുമെന്ന്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൻ്റെ കഷ്ടതയിലല്ലേ നമ്മൾ ദൈവത്തിൻ്റെ മുഖം കണ്ടത്. പക്ഷെ നമ്മുടെ പ്രാർത്ഥന പലപ്പോഴും ആ രക്തസ്രാവക്കാരി സ്ത്രീയുടെ പ്രാർത്ഥന പോലെയാ. എന്തായിരുന്നു അവരുടെ പ്രാർത്ഥനയുടെ പ്രത്യേകത? അവരുടെ ശരീരത്തിൽ ഒരു ക്ലേശമുണ്ടായിരുന്നു. അവർ തിക്കിലും തിരക്കിലും ചെന്നു, യേശുതമ്പുരാനെ കണ്ടു, യേശുതമ്പുരാന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടു, യേശുതമ്പുരാനിൽ നിന്നൊരു ശക്തി പുറപ്പെട്ടു, അവൾ സൗഖ്യപ്പെട്ടു. തിരിച്ച് പിന്നീട് എവിടെയും ഈ വേദപുസ്തകത്തിൽ അവളെക്കുറിച്ച് പറയുന്നില്ല. അതുപോലെ പലപ്പോഴും അനുഗ്രഹങ്ങൾക്ക് വേണ്ടി മാത്രം സീസണൽ ഭക്തിയുള്ള ഭക്തന്മാരും ഭക്തകളുമാണ് തലമുറയുടെ മുൻപിൽ. ഇനി അങ്ങോട്ട് ഭക്തി കൂടും ഫെബ്രുവരി പകുതി കഴിയുമ്പോൾ. കാരണം 10ാം ക്ലാസ്സിനും 12ാം ക്ലാസ്സിനും ഒക്കെ മോഡൽ പരീക്ഷയാണ്. മാർച്ച് മാസമാകുമ്പോൾ നമ്മുടെ ഭക്തി അതിൻ്റെ ഉച്ചതണ്ടിൽ ചെന്ന് നിൽക്കും. അപ്പോഴത്തേക്ക് വലിയ നോയമ്പാകും. വലിയ നോയമ്പിന് നിനക്ക് നോമ്പുണ്ടോ, നിനക്ക് നോമ്പുണ്ടോ എന്ന് ഓരോരുത്തരോടും ചോദിക്കും. എന്നാൽ പ്രിയമുള്ളവരെ, ഈ 3 നോയമ്പ് കഴിഞ്ഞുള്ള 18 ദിവസങ്ങൾ വലിയ നോമ്പിലേക്കുള്ള ഓരോ പടികളുമാണ്. വലിയ നോമ്പിലേക്ക് നമ്മൾ നമ്മളെ തന്നെ ഒരുക്കിയില്ലെങ്കിൽ ആ യോനയെ പോലെ ആയിപ്പോവുമല്ലോ. നമ്മൾ യോനയെപ്പോലെ ആവണക്കിൻ്റെ ചുവട്ടിലാ. ആവണക്കെന്ന് പറഞ്ഞാൽ വലിയ ശക്തിയുള്ള മരമൊന്നുമല്ല, അല്ലേ? വലിയ ശക്തിയുള്ള മരമൊന്നുമല്ല. എന്നാൽ യോനയ്ക്ക് തണലേകുവാൻ ദൈവം ആവണക്കിനെ കൊടുത്തതുപോലെ ഈ ഭൂമിയിൽ നമുക്ക് തണലേകാൻ ദൈവം നമുക്ക് ഭവനം തന്നു. ദൈവം നമുക്ക് കൂട്ട് പങ്കാളികളെ തന്നു, മക്കളെ തന്നു, സഹോദരങ്ങളെ തന്നു, മാതാപിതാക്കളെ തന്നു. ഇതിലൊക്കെ അങ്ങനെ സുഖിച്ചിട്ട് യോന ഇരിക്കുന്നത് പോലെ പലപ്പോഴും നമ്മൾ ഇരിക്കുക. യോന ആ തണലിലിരുന്നു കൊണ്ട് നിനവേ നഗരത്തിൻ്റെ നാശവും ദൈവത്തെക്കുറിച്ചുള്ള പരാതിയും ഒക്കെ പറഞ്ഞ് യോന ഇരിക്കുകയാണ്. ദൈവം ഒരു പുഴുവിനെ, യഹോവ ഒരു പുഴുവിനെ കൽപ്പിച്ചാക്കി ആവണക്ക് കുത്താൻ. യോന ആ ആവണക്കിന്റെ ചുവട്ടിലിരുന്നിട്ട് പുഴു ആവണക്കിനെ കുത്തിയത് യോന കണ്ടില്ല. പുഴു ആവണക്കിനെ കുത്തിയത് യോന അറിഞ്ഞില്ല. ഇലയ്ക്ക് വാട്ടം തട്ടിയത് അറിഞ്ഞില്ല. തണ്ടുവാടിപ്പോയത് അറിഞ്ഞില്ല. ആവണക്ക് കരിഞ്ഞു പോയത് കണ്ടില്ല. വെയിലുച്ചിയിൽ കൊണ്ടപ്പോൾ മാത്രമാണ് യോന സത്യമറിഞ്ഞത്, ആവണക്ക് കരിഞ്ഞുപോയി എന്ന്. നമുക്കെല്ലാം ശാശ്വതമല്ലാത്ത ഈ ആവണക്കിന്റെ ചുവട്ടിലാണ് നമ്മൾ. സങ്കീർത്തനക്കാരൻ പറയുന്നുണ്ട്, ഞാൻ പരദേശിയായി പാർക്കുന്ന വീട്ടിൽ നിന്റെ ചട്ടങ്ങൾ എനിക്ക് കീർത്തനങ്ങളായിരിക്കണം. ഇവിടെ നമ്മൾ അന്യന്മാരും പരദേശികളുമാ. ഇവിടെ നമുക്കുള്ളതെല്ലാം ആ ആവണക്കിന്റെ ബലമേ ഉള്ളൂ. നിത്യമായത് അങ്ങ് സ്വർഗരാജ്യത്തിൽ നിത്യഭവനത്തിലാണ് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. പോകാൻ ഒരുക്കമുള്ളവരാണോ എന്നത് മാത്രമാണ് നമ്മുടെ മുൻപിലുള്ളൊരു ചോദ്യം. എന്നാൽ നമ്മുടെ പിതാക്കന്മാർ അവരുടെ കഷ്ടതകളെയും അവരുടെ കണ്ണുനീരുകളെയും കരുത്താക്കി മാറ്റി. അവർ മാതൃകയാക്കിയത് ഒരുപക്ഷെ ഇയ്യോബിനെ ആയിരിക്കും. ഇയ്യോബിന്റെ പുസ്തകത്തില് 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യത്തില് ഇയ്യോബിനെ കുറിച്ച് പറയുന്നുണ്ട്, തൻ്റെ മക്കൾ തെറ്റു ചെയ്തു പോയി എന്നോർത്ത് ഓരോരുത്തരെയും പേര് ചൊല്ലി ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്ന ഇയ്യോബിനെ കുറിച്ച്. ശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്ന ഇയ്യോബ്. ഓരോരുത്തരും എൻ്റെ മക്കൾ തെറ്റു ചെയ്തു പോയോ എന്നോർത്ത് ശുദ്ധീകരിക്കുന്ന ഒരു പിതാവ്. ഇന്ന് നമ്മുടെ പ്രത്യേകത, നമ്മുടെ മക്കളെ നീതീകരിക്കുന്ന മാതാപിതാക്കളാണ് നമ്മൾ. സൺഡേ സ്കൂളിലെ ഹെഡ് മാസ്റ്റർ ഒന്നും പറയാൻ പാടില്ല, പള്ളിയിലെ അച്ഛനൊന്നും പറയാൻ പാടില്ല, സ്കൂളിലെ ടീച്ചർ ഒന്നും പറയാൻ പാടില്ല, ആരും എൻ്റെ കുഞ്ഞിനെ ഒന്നും പറയാൻ പാടില്ല. ലഹരി വിമുക്ത കേരളം നമ്മുടെ സ്വപ്നമെന്ന് പറയുന്നത് പോലെ ലഹരി വസ്തുക്കളൊന്നുമല്ല നമ്മുടെ ഏറ്റവും വലിയ ലഹരി. നമ്മുടെ ഈ തലമുറയുടെ ഏറ്റവും വലിയ ലഹരി നമ്മുടെ ഈ മക്കളാണ്. നമ്മുടെ മക്കളെ തൊട്ടാൽ മാത്രമേ നമുക്ക് കൊള്ളുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് മക്കളൊരു ലഹരിയാ. എന്നാൽ ഇയ്യോബാകട്ടെ തൻ്റെ മക്കൾ തെറ്റു ചെയ്തു പോയോ എന്നോർത്ത് ശുദ്ധീകരിച്ച് ബാല്യം മുതൽക്ക് തന്നെ അവരെ വളർത്തിയവനാണ്. അതുകൊണ്ടായിരിക്കാം സ്വർഗം ഇയ്യോബിന് സർട്ടിഫിക്കറ്റ് കൊടുത്തത്. എൻ്റെ ദൈവത്തിന് എന്നെക്കുറിച്ച്, എൻ്റെ ആത്മീയതയ്ക്ക് എൻ്റെ ദൈവം സർട്ടിഫിക്കറ്റ് തന്നാൽ ഞാനൊരു ഞായറാഴ്ച ക്രിസ്ത്യാനിയാണോ? പള്ളിയുടെ പേര് പറയും, എല്ലാ വഴക്കിനും ഞാൻ മുൻപിലുണ്ട്, ഒരു വാക്കിനും ഞാൻ ആർക്കും വിട്ടുകൊടുക്കാറില്ല. ഇതാണോ എൻ്റെ ദൈവം എനിക്ക് തന്നിരിക്കുന്ന സർട്ടിഫിക്കറ്റ്? ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം, ഇയ്യോബിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം, ഇയ്യോബിന്റെ പുസ്തകം 2-ാം അധ്യായം 3-ാം വാക്യം. യഹോവ ശത്രുവിന്റെ മുൻപാകെ പറയുകയാണ്, എൻ്റെ ദുഷ്ടന്റെ മുൻപാകെ പറയുകയാണ്, എൻ്റെ ദാസനായ ഇയ്യോബോ നേരുള്ളവനും നിഷ്കളങ്കനും ദൈവഭക്തനും ദോഷം വിട്ടകലുന്നവനുമാണ്. എന്നെയും നിങ്ങളെയും കുടുംബത്തിൽ അപ്പൻ എന്ന നിലയിൽ എൻ്റെ ദൈവത്തിന് പറയാൻ സാധിക്കണം. എന്നെ തന്നെ നിയന്ത്രിക്കുവാൻ, അമ്മ എന്ന നിലയ്ക്ക്
എൻ്റെ ദൈവത്തിന് എൻ്റെ പ്രാർത്ഥനയെ അവൻ തൂക്കി നോക്കിയാൽ, പ്രിയമുള്ള മാതാപിതാക്കളെ, മക്കളുടെ മുൻപിൽ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എത്ര മാതാപിതാക്കൾ ഇവിടെ ഉണ്ട്? കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്ന എത്ര മാതാപിതാക്കളുണ്ട്? ഉണ്ട് കണ്ണുനീര് കാര്യം സാധിക്കാൻ. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ കർത്താവേ, പുതിയ കൃപ കൊണ്ട് എൻ്റെ ഭവനത്തെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിച്ച എത്ര കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്? ഇതായിരുന്നു പിതാക്കന്മാരുടെ വിശ്വാസം. അവരുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ അവർ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കുന്നത് അവരുടെ വരും തലമുറ കണ്ടു. നമ്മൾ പറയും കുറിച്ചി ബാവ, കല്ലാശ്ശേരി ബാവ എന്നൊക്കെ. പരിശുദ്ധ ബാവ തിരുമനസിന്റെ മാതാപിതാക്കൾ വയലിൽ വേല ചെയ്യാൻ പോകുമ്പോൾ നട്ടുച്ച വെയിലത്ത് ഉച്ച നമസ്കാരത്തിന് ഉച്ചയ്ക്ക് വലിയ നോയമ്പിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിന് ശേഷം കഞ്ഞി കുടിക്കുന്നത് കണ്ടാണ് ഞാൻ വളർന്നതെന്ന് ബാവ തിരുമേനിയുടെ ജീവചരിത്രത്തിൽ പറയുന്നുണ്ട്. നമ്മുടെ എത്ര മക്കൾക്ക് പറയാൻ സാധിക്കും, എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കണ്ണുനീരിനെ ഞാൻ മറികടക്കുകയില്ല. കൂട്ടുകാരരുതാത്തതിന് വിളിക്കുമ്പോൾ എൻ്റെ അപ്പൻ്റെയും അമ്മയുടെയും കണ്ണുനീര് എനിക്ക് ഓർക്കാൻ വയ്യ എന്ന് പറയത്തക്കവണ്ണം വീട്ടിൽ വ്യക്തിപരമായ പ്രാർത്ഥനയിൽ നമ്മൾ മാതൃകയാകണം. 2 കുടുംബ പ്രാർത്ഥന. ഇന്ന് കുടുംബ പ്രാർത്ഥന പലയിടത്തും ഒരു പ്രകടനം മാത്രമാണ്, ചിലയിടത്തൊരു ക്രിയ മാത്രമാണ്. പ്രാർത്ഥിച്ചിൽ ചിലയിടത്ത് അഖണ്ഡ പ്രാർത്ഥന കേട്ടോ. മോനങ്ങ് പഠിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിര്, മോൻ പോയി പ്രാർത്ഥിക്കും. അത് കഴിയുമ്പോൾ മോള് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ മോളോട് പറയും, ഇനി ബാക്കി മോള് പോയി അങ്ങ് പ്രാർത്ഥിച്ചിട്ട് പഠിക്ക്. അത് കഴിഞ്ഞ് മോള് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വെറുതെ ഇരുന്നപ്പോൾ മമ്മി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് ഇവിടെ എല്ലാം പോയിട്ട് വന്നു കഴിഞ്ഞാൽ പപ്പ പ്രാർത്ഥിച്ചു. പല അഖണ്ഡ പ്രാർത്ഥനകളുമല്ല കുടുംബ പ്രാർത്ഥന. ഒന്നിച്ചൊരു പായിലിരുന്ന് അപ്പനും അമ്മയും മക്കളും രാവിലെയും വൈകിട്ടും നേരമുണ്ടാക്കി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് നമ്മൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ സാധിക്കുന്നുവെങ്കിൽ പരിശുദ്ധ സഭ ധന്യയാണ്. നെഹമ്യാവിനെയും യെരൂശലേമിന്റെ മതിൽ പണിയാൻ ഏൽപ്പിച്ചതുപോലെ, എസ്രായെ വിശ്വാസത്തിന്റെ മതിൽ പണിയാൻ ഏൽപ്പിച്ചതുപോലെ, ഈ കാലഘട്ടത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വാഗ്ദത്തമുള്ള തലമുറയാണ് നമ്മൾ. കോവിഡിന് ശേഷം പ്രിയമുള്ളവരെ 2 വർഷം ആ കർത്താവ് നമ്മൾക്ക് ഓരോരുത്തർക്കും നമ്മുടെ ഭവനത്തെ ദേവാലയമാക്കാൻ അവസരം തന്നത്. എന്നിട്ട് ആക്കാൻ സാധിച്ചോ? 2 വർഷം ദേവാലയത്തിൽ പോലും വരാതെ വീട്ടിലിരുന്ന് അപ്പനും അമ്മയും മക്കളും കൂടെ അങ്ങ് ഓൺലൈൻ ആരാധനയായിരുന്നു. നമ്മുടെ ഭവനത്തെ ദേവാലയമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചോ? ആദ്യത്തെ കുറച്ച് നാളുകളിൽ നമ്മൾ അച്ഛനോട് പറയും, അച്ഛാ പള്ളി വരാതിരിക്കാൻ എനിക്ക് പറ്റുന്നേയില്ല. അപ്പം അച്ഛൻ പറഞ്ഞു, ഗ്രിഗോറിയൻ ലൈവ് ഉണ്ട്, അല്ലെ ഇന്നിടത്ത് ലൈവ് ഉണ്ട്. ഓക്കെ, അതാദ്യം തപ്പിയൊക്കെ നമ്മൾ പഠിച്ചു. ആദ്യത്തെ 2 ആഴ്ച വീട്ടിലുള്ള മുഴുവരെയും ഉറക്കത്തിൽ നിന്ന് ഉണർത്തി ഉടുപ്പൊക്കെ ഇടിപ്പിച്ചിട്ട് മെഴുകുതിരി കത്തിച്ച് പായ വിട്ട് കുർബാനയായിരുന്നു. 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ മെഴുതിരിയും പായുമില്ല, പിന്നെ നമ്മൾ മാത്രമായി. 4-ാമത്തെ 5-ാമത്തെ ആഴ്ച കഴിഞ്ഞപ്പോൾ ഉടുപ്പിന്നലെ രാത്രി ഇട്ടതല്ലേ കുഴപ്പമില്ലെന്നായി. 6-ാമത്തെ 8-ാമത്തെയും 9-ാമത്തെയും ആഴ്ചയായപ്പോൾ പലരും മുൻവശത്തിരുന്ന് പത്രം വായിച്ചുകൊണ്ട് കുറിയലായിസോനും പലരും കറിക്ക് അരിഞ്ഞുകൊണ്ട് കുറിയലായിസോനും ചൊല്ലി മക്കളുടെ മുൻപിൽ സ്വയം മാതൃകയായി ആരാധനയെ വഴിയിലിട്ട് വലിച്ചഴച്ചു. തിരികെ ദേവാലയത്തിലേക്ക് വരാം. ദൈവത്തിന്റെ ജനം കനാൻ നാട്ടിൽ എത്തിക്കഴിഞ്ഞപ്പോൾ, പ്രവാസകാലം കഴിഞ്ഞപ്പോൾ യഹോവ ആദ്യം ആവശ്യപ്പെടുന്നത് തിരികെ ആലയത്തിലേക്ക് വരിക. എൻ്റെ ജനം കൂട്ടം കൂട്ടമായും വംശമായും യഹോവയെ ആരാധിക്കണമെന്നത് യഹോവ തൻ്റെ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന അവകാശമാണ്. നമ്മുടെ മക്കളെ ഹോസ്റ്റലിൽ വിട്ടിട്ട് അതുവഴി പോയാൽ നമ്മൾ സമ്മതിക്കുമോ? പോയി ചെന്ന് പിടിച്ചുകൊണ്ട് വരത്തില്ലേ? അതുപോലെ ഓരോ കൊച്ചു കൊച്ചു പരീക്ഷണങ്ങൾ നൽകി കർത്താവ് നമ്മളെ തിരികെ വിളിക്കുക. അടുത്ത വർഷം ഇനി ഒരു പരീക്ഷണത്തിന് നമ്മൾ ഉണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ അറിയുന്നില്ല. പ്രിയമുള്ളവരെ, 1 വർഷം കൂടെ നിന്നു നോക്കട്ടെ. ആഘോഷങ്ങളൊക്കെ നടക്കും. ആഘോഷങ്ങളുടെ ഇടയിൽ 1 വർഷം കൂടെ നിന്നു നോക്കട്ടെ. വചനം കേട്ട് പ്രാർത്ഥനകളെ ഒന്ന് പുനർജീവിപ്പിക്കുവാൻ ക്രിസ്തീയ കുടുംബങ്ങൾക്ക് സാധിച്ചാൽ ഈ ദേശം ധന്യമാകും. ഈ ദേശത്തെ തലമുറ ധന്യമായി തീരും. പ്രാർത്ഥനകളെ പുതുക്കാം, ആരാധനകളെ പുതുക്കാം. വ്യക്തി പ്രാർത്ഥനകളിൽ കണ്ണുനീരുകൊണ്ട് ഹാഗാറിനെ പോലെ ദൈവസന്നിധിയിൽ തുരുത്തി നിറച്ചാൽ മാത്രമാണ് തലമുറയുടെ മുൻപിൽ അടഞ്ഞ വാതിലുകളെ തുറക്കുന്ന ദൈവത്തെ കഷ്ടതയുടെ നടുവിൽ കാണാൻ സാധിക്കുന്നത്. കഷ്ടത വരുമ്പോൾ അന്വേഷിച്ച് ചെല്ലേണ്ടവനല്ല, മറിച്ച് എപ്പോഴും കൂടെ ചേർക്കേണ്ടവനാണ് ദൈവം. എൻ്റെ വാക്കുകളെ നിർത്തുകയാണ്. നമ്മുടെ പിതാക്കന്മാർ കണ്ടെത്തിയ 3-ാമത്തെ വഴി ദിശാബോധം നഷ്ടപ്പെടുന്ന തലമുറയുടെ മുൻപിൽ മൂല്യബോധത്തിന്റെ വഴിയായിരുന്നു. ദിശാബോധം നഷ്ടപ്പെട്ട അതിവേഗത്തിൽ ഓടുന്ന ഈ ലോകത്തിൽ യഹൂദ മലനാട്ടിൽ ഒരു പൈതൽ ജനിച്ചു. യോഹന്നാൻ എന്നവന് പേരിട്ടു. ഈ പൈതൽ എന്തായി തീരും എന്ന് ആ തലമുറയിലുള്ളവർ ചോദിച്ചു. അതുപോലെ പലപ്പോഴും നമ്മുടെ മക്കളുടെ പ്രവൃത്തി കണ്ട് നമ്മൾ തന്നെ പരസ്പരം ചോദിക്കാറില്ലേ, എടി ഈ കുഞ്ഞിങ്ങനെ വളർന്നാൽ എന്തായി?
തീരും, എന്നാലും നമ്മൾ മറച്ചു വയ്ക്കും. എൻ്റെ കുഞ്ഞിൻ്റെ കുറവുകൾ ഞങ്ങൾ മറച്ചു വയ്ക്കും. എന്നിട്ട് പരസ്പരം കുടുംബത്തിൽ കലഹമാണോ, സഹോദരങ്ങൾ തമ്മിൽ കലഹമാണോ? എന്നിട്ട് നമ്മൾ അവകാശപ്പെടുന്ന എന്താണ്? ആരോ ഞങ്ങളുടെ വീട്ടിൽ എന്തോ ചെയ്തിട്ടുണ്ട്. അച്ഛാ, അത് ആരാന്നൊക്കെ ഞങ്ങൾക്കറിയാം. ഈ പുതിയ വീട് വെച്ച് പിന്നെ ഒരു ഐശ്വര്യവും ഞങ്ങൾക്ക്. കാരണം എന്താണ്? എൻ്റെ വരുമാനം 10,000, ഞാൻ ബാങ്കിൽ അടയ്ക്കേണ്ട ലോൺ 30,000. പിന്നെ എങ്ങനെയാ വീട്ടിൽ സമാധാനത്തോടെ? അത് ചുമ്മാ ചിന്തിച്ചാൽ പോരെ? ആരും ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ എടുത്താൽ പൊങ്ങാത്ത പലതും എടുത്തു വെച്ചിട്ട് പല ജീവനില്ലാത്ത വസ്തുവിനെയും ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ആരോ എനിക്കെന്തോ. ലജ്ജിക്കണം നമ്മൾ. സംഖ്യാപുസ്തകം 23-ാം അധ്യായം 23-ാം വാക്യം പറയുകയാണ്, ആഭിചാരം യാക്കോബിനും ലക്ഷണങ്ങൾ ഇസ്രായേലിനും ഏൽക്കുകയില്ല. ഇപ്പോൾ മനസ്സിൽ കൂടെ വന്ന് കൊച്ചമ്മയ്ക്ക് അങ്ങനെ പറയാൻ, ഞങ്ങൾ അനുഭവിക്കുന്നത് ഞങ്ങൾക്കറിയാമെന്ന്. അങ്ങനെയാണെങ്കിൽ ഓർത്തുകൊള്ളുക, എൻ്റെ ദൈവത്തിൻ്റെ കണ്ണിൽ ഞാൻ ഇസ്രായേൽ ആയിട്ടില്ല. ഇസ്രായേൽ ആണെങ്കിൽ ഇതൊന്നും എന്നെ ഏൽക്കുന്നില്ല. ദാവീദ് പറഞ്ഞതുപോലെ ഈ കഷ്ടങ്ങളെ നോക്കി പറയണം, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും. എന്നെ ഉപദ്രവിക്കുന്നവനെ നോക്കി പറയണം, എൻ്റെ ദൈവത്താൽ ഞാൻ ഈ മതിൽ ചാടിക്കിടക്കും എന്ന് മക്കളുടെ മുൻപിൽ പറയണം. 2, പലരും പറയുന്ന പരാതിയാണ്, ഞങ്ങളുടെ വീട്ടിലെ 4 പേരും നല്ലതാണ് അച്ഛാ, പക്ഷെ ഞങ്ങൾ 4 കൂടെ ചേർന്നാൽ ഒരു രക്ഷയില്ല. വഴക്കിടണമെന്ന് വിചാരിച്ചിട്ടല്ല, അങ്ങ് വഴക്കിട്ട് ഇന്നൊന്നും മിണ്ടരുതെന്ന് വിചാരിക്കും. ഭാര്യ പറയുമ്പോൾ ഭർത്താവ് പറയും നീ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഭർത്താവ് പറയുമ്പോൾ ഭാര്യ പറയും നിങ്ങൾ പറയുന്നത് എനിക്കും മനസ്സിലാവുന്നില്ല. എന്താ, നമ്മൾ ഒരു ഭാഷയല്ലേ വീട്ടിൽ സംസാരിക്കുന്നത്? ഇതുകൊണ്ടാണ് നമ്മുടെ തലമുറ പറയുന്നത് നമ്മൾ പറയുന്നത് മനസ്സിലാവുന്നില്ല എന്ന്. എന്തുകൊണ്ടാ? ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ ആകാശത്തോളം ഉയരത്തിൽ ഗോപുരം വെക്കാൻ ദൈവത്തിൻ്റെ ജനം പദ്ധതിയിടുമ്പോൾ അവരുടെ ഭാഷ കലങ്ങിപ്പോകുന്നുണ്ട്. അമ്പരചുംബികളായ ഭവനങ്ങൾ, ബാങ്കുകളിൽ നിറച്ചും ബാലൻസ്, ഇതുമാത്രമാണ് നമ്മുടെ ലക്ഷ്യം. എന്നാൽ ഭാഷ ചൊവ്വാകണമെങ്കിൽ പരിശുദ്ധാത്മാവ് വരണം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പരിശുദ്ധ അമ്മയും ശിഷ്യന്മാരും ഒന്ന് ചേർന്ന് പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് അഗ്നിനാവ് പോലെ അവരുടെ ഇടയിൽ ഇറങ്ങി വന്നു. അവർ വ്യത്യസ്ത ഭാഷയിൽ സംസാരിച്ചു. അവർ സംസാരിക്കുന്നത് എല്ലാവർക്കും പരസ്പരം മനസ്സിലായി. ഭവനത്തിലേക്ക് പരിശുദ്ധാത്മാവിനെ തിരിച്ചു കൊണ്ടുവരിക. ഈ തലമുറയുടെ മുൻപിൽ സാമ്പത്തികമായ അച്ചടക്കം ശീലിപ്പിക്കുക. നമ്മൾ പലപ്പോഴും ഗേഹസിയെ പോലെ കിട്ടുന്നതിലും അധികം ചെലവ് ചെയ്ത് മക്കളെ സന്തോഷിപ്പിക്കുവാൻ ജീവിക്കുന്നവരാ. എന്നാൽ ഓർക്കുന്നോ, പണ്ട് ഇത്രയേ ഉള്ളോ എന്ന് പോലും ചോദിക്കാൻ നമ്മുടെ അപ്പന്മാരുടെ മുൻപിൽ നമുക്ക് ധൈര്യമില്ലായിരുന്നു. അപ്പൻ്റെ കയ്യിൽ നിന്ന് തുട്ടുവാങ്ങി അമ്മ തന്നിട്ട് ഇത് മതി എന്നർത്ഥത്തിൽ നമ്മുടെ കയ്യിലേക്ക് വെച്ച് തരും, നമ്മൾ കൊണ്ടുപോകും. എന്നാൽ നമ്മുടെ മക്കൾക്ക് ഇന്ന് നമ്മൾ ഒരു ATM കൗണ്ടറായി ചുരുങ്ങിപ്പോകരുത്. സാമ്പത്തികമായ അച്ചടക്കങ്ങൾ കുടുംബത്തിൽ പഠിപ്പിക്കണം. 3, ദിശാബോധം നഷ്ടപ്പെട്ട ഈ ലോകത്തിൽ അന്ധവിശ്വാസങ്ങളെ മാറ്റുന്നൊരു രീതി നമുക്കുണ്ടായിരിക്കണം. നമ്മളെല്ലാം വലിയ പാരമ്പര്യ ക്രിസ്ത്യാനികളാണെന്നാണ് പറയുന്നത്. നാളെ ഒരു കല്യാണം ഉറപ്പിക്കാൻ പോകട്ടെ, ഒരാളും കൂടെ എഴുന്നേറ്റാ പറയും 3 പേര് പോവരുത്. അയ്യോ, 3 പേര് ഒരു വഴിക്ക്. അങ്ങനെയാണ് ഈ ലോകം തന്നെ നശിച്ചു പോകില്ലേ? പിതൃപുത്ര പരിശുദ്ധാത്മാവ് 3-ൽ ഒന്നുമല്ലേ? അവർ 3 പേരല്ലേ ലോകത്തെ നയിക്കുന്നതും നടത്തുന്നതും കൈവെള്ളയ്ക്കുള്ളിൽ സൂക്ഷിക്കുന്നതും? പിതൃപുത്ര പരിശുദ്ധാത്മാവാം ദൈവം 3 പേരാ. 3 പേരായി പോയി നോക്ക്, എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയാമല്ലോ. 2ാമത് നമ്മുടെ അന്ധവിശ്വാസം, ചൊവ്വാഴ്ച എങ്ങും പോത്തില്ല, വെള്ളിയാഴ്ച ഒന്നും കൊടുക്കത്തില്ല, ഏതൊക്കെയോ ദിവസം എന്തൊക്കെയോ ചെയ്യത്തില്ല. ഓരോ ദിവസത്തെയും സൃഷ്ടിച്ചിട്ട് സന്ധ്യയിൽ യഹോവയാം ദൈവം പറഞ്ഞു ഈ ദിവസം നല്ലത്. ദൈവത്തിന് എല്ലാ ദിവസവും നല്ലതാണ്. മക്കളുടെ മുൻപിൽ നിന്ന് അന്ധവിശ്വാസം ഒന്ന് മാറ്റി ജീവിക്കുവാൻ ക്രിസ്തീയ കുടുംബങ്ങൾ തയ്യാറാവണം. പിന്നെ വേറെ കുറച്ച് പേരുണ്ട്, ചില ദിവസങ്ങളിൽ പള്ളിയിൽ പോയിക്കൂടാ, പ്രത്യേകിച്ച് പെണ്ണുങ്ങൾ. എന്തുകൊണ്ട്? ദൈവത്തിൻ്റെ മുൻപിലുള്ള അശുദ്ധി നമ്മുടെ ഹൃദയത്തിൻ്റെ അശുദ്ധിയാണ്. ഹൃദയത്തിലെ അശുദ്ധിയെ കഴുകിക്കളയാൻ എന്തിന് വെറുതെ ഇഴഞ്ഞു പോകുന്ന, കൊട്ടാരത്തിൽ പോലും നടക്കുന്ന പല്ലിക്ക് പോലും നമ്മുടെ വീട്ടിലൊന്ന് ചിലയ്ക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. കണ്ടോ പല്ലി സത്യം? എന്താ നമ്മൾ ഇങ്ങനെയൊക്കെ? അന്ധവിശ്വാസത്തിൽ നിന്ന് മക്കളിലേക്ക് ക്രിസ്തുവിൻ്റെ വഴി കാട്ടിക്കൊടുക്കുവാൻ മാതാപിതാക്കളെ നമുക്ക് സാധിക്കണം. നാലാമതായി മാധ്യമ സംസ്കാരത്തിൻ്റെ പിടിയിലാണ് നമ്മൾ, അല്ലേ? നമുക്കിന്ന് എല്ലാം വീട്ടിലെ സെറ്റിയിൽ കിടന്നുകൊണ്ട് കേൾക്കണം. നമുക്കെല്ലാം സെറ്റിയിൽ കിടന്നുകൊണ്ട് കേൾക്കുന്ന വിശ്വാസത്തെ ഇഷ്ടം, സെറ്റിയിൽ കിടന്നുകൊണ്ട് കുർബാന കാണുന്ന ഇഷ്ടം. എന്നിട്ട് നമ്മൾ പറയും മക്കൾ ഫോൺ താത്തു വെക്കുന്നില്ല. അപ്പൻ താത്തു വെക്കുന്നുണ്ടോ? അമ്മ താത്തു വെക്കുന്നുണ്ടോ? പിന്നെ എങ്ങനെ? ഞണ്ട് പിന്നോട്ട് നടക്കുന്നതിന് കാരണം
ഞണ്ടിൻ്റെ മക്കള് പിന്നോട്ട് നടക്കുന്നതിന് കാരണം ഞണ്ടിൻ്റെ അപ്പനും അമ്മയും പിന്നോട്ട് നടക്കുന്നത് കൊണ്ടാണ്. മക്കളുടെ മുൻപിൽ മാധ്യമങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് മുഖാമുഖം ഇരുന്ന് സംസാരിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഭക്ഷിക്കുവാനും നമുക്ക് സാധിക്കണം. എല്ലാ വീട്ടിലും ഇന്ന് ഡൈനിങ് ടേബിൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത് TV വെക്കുന്ന പോയിന്റ് അഡ്ജസ്റ്റ് ചെയ്താണ്. എന്തേ നമുക്ക് പരസ്പരം പറയാനൊന്നുമില്ലേ? നമുക്കൊന്നും ചോദിക്കാനില്ലേ? പരസ്പരം വിളമ്പിക്കൊടുക്കണ്ടേ? പരസ്പരം ഷെയർ ചെയ്യണ്ടേ? അതുകൊണ്ടാണ് ഓരോ മക്കൾക്കും ഓരോ കൂട് ബിസ്ക്കറ്റ് വാങ്ങിക്കൊടുക്കേണ്ട അവസ്ഥ നമുക്കുണ്ടായത്. പരസ്പരം മുഖത്ത് നോക്കുവാൻ മാധ്യമങ്ങളെ ഒന്ന് ഒതുക്കി നിർത്താൻ നമുക്ക് സാധിക്കണം. അഞ്ചാമതായിട്ട് ഉല്ലാസഭ്രാന്ത് നമ്മളെ ബാധിച്ചിരിക്കുക. ഉല്ലാസഭ്രാന്ത്. ഇന്ന് കല്യാണങ്ങൾക്ക് ഏറ്റവും ചെറിയ രീതിയിൽ പള്ളിയിലെ കൂദാശ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യും. എന്നിട്ട് പിന്നെ ദിവസങ്ങളോളം കല്യാണം ഉറപ്പിക്കുന്നതിന് മുൻപ് തൊട്ട് സേവ് ദ ഡേറ്റ് തുടങ്ങും നമ്മൾ. ശരിയല്ലേ? പണ്ട് ഒളിഞ്ഞും പാത്തും പലരും ഇരുന്ന് കണ്ടത് ഇന്ന് ഊണുമുറിയിലിരുന്ന് അപ്പനും അമ്മയും കാണേണ്ടി വരുന്നൊരവസ്ഥ. ഉല്ലാസഭ്രാന്ത് ബാധിച്ചിരിക്കുക. ഇന്ന് പെരുന്നാളെന്നൊക്കെ പറഞ്ഞ് നമുക്കെന്താ ഒരു ഉല്ലാസമാണ്. ഇങ്ങനെ കുറെ കൊടിയും ലൈറ്റും കാണുന്നത് മാത്രമാണോ നമ്മുടെ പെരുന്നാളുകൾ? ഗോതമ്പ് മണി പോലെ തകരുന്നില്ല എങ്കിൽ കണ്ണുനീരോടുകൂടി ആബോ പിതാവിൻ്റെ മുൻപിൽ മുട്ടുകുത്തിയിട്ട് അവിടുത്തെ പോലെ ക്രിസ്തുവിനെ ഞങ്ങൾക്ക് സ്നേഹിക്കണമെന്ന് പറയുന്നില്ലെങ്കിൽ എന്തിനാണ് പ്രിയമുള്ളവരെ പെരുന്നാളുകൾ? നമുക്കറിയാം വിശുദ്ധന്മാരുടെ പേരുകൾ നമുക്ക് വായിക്കാൻ വയ്യാത്ത കുറേ പേരുകളാണ്. കാരണം അവരെല്ലാം ഇംഗ്ലീഷുകാരാ. ഫ്രാൻസിലും ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ ജനിച്ചവരാ. പക്ഷേ അവരന്ന് ആരാധിച്ചിരുന്ന ദേവാലയങ്ങൾ ഇങ്ങനെ ഉല്ലാസ കേന്ദ്രങ്ങളായി. ഇന്ന് പബ്ബുകളും നിശാ ക്ലബ്ബുകളും സിനിമാശാലകളുമായി. തുടക്കം പുറത്തു നിന്നായിരുന്നു, പിന്നീട് അതകത്തേക്ക് ആയിക്കോളും. പ്രിയമുള്ളവരെ, ഇന്ന് നമുക്ക് ഏറ്റവും സന്തോഷം, അച്ഛൻ അനൗൺസ് ചെയ്യും ഏറ്റവും അവസാന ദിവസം റാസ കഴിഞ്ഞ് എല്ലാവരും വരണം, ആകാശ ദീപക്കാഴ്ചയുണ്ട്. അനൗൺസ് ചെയ്തില്ലെങ്കിൽ അച്ഛൻ അങ്ങ് അരമനയിലിരിക്കും. അതുകൊണ്ട് അച്ഛൻ അനൗൺസ് ചെയ്യും എല്ലാവരും വരണം. അല്ലെ എന്ത് ചെയ്യും? കൈ മുത്തിയിട്ട് ഓരോരുത്തരും അവരവരുടെ വീട്ടിലേക്ക്. ഒടുവിൽ കൊടുക്കുന്ന ആശീർവാദത്തെക്കാൾ ആകാശത്തിലെ ദീപക്കാഴ്ച. അതാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിൽ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നവരോട് ചോദിക്കുന്നുണ്ട്, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ഉയരത്തിലേക്ക് നോക്കി നിന്നിട്ട് എന്ത് കിട്ടാനാ? അവൻ സത്യമായും ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. ഈ ഇരിക്കുന്ന അവസ്ഥയിൽ നിന്ന് തലമുറകളൊക്കെ ഒന്ന് ഉയർത്തെഴുന്നേൽക്കണം. ഉയർത്തെഴുന്നേറ്റിരുന്നുവെങ്കിൽ ഇവിടെ നിറച്ച് യുവാക്കന്മാരും യുവതിമാരും ഉണ്ടാകുമായിരുന്നു. ഈ ഇടയുള്ള സ്ഥലം പലതിൻ്റെയും പ്രതീകമാണ്. എന്താ നമുക്ക് കാണാം അവസാന ദിവസം ഇങ്ങനെ ആയിരിക്കുമോ എന്ന്. ആറാമതായിട്ട് സഹോദര സ്നേഹം. മക്കളെ കാട്ടിക്കൊടുക്കാൻ നമുക്ക് സാധിക്കണം. സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത്. നമ്മൾ പറയും അങ്ങനൊന്നും അവനോടൊന്നും പറയാൻ കൊള്ളത്തില്ല, ഞങ്ങളുടെ നാശം കാണാനിരിക്കുന്നവനാണ് ആര്? എൻ്റെ സഹോദരൻ എന്നെപ്പോഴും സ്വയം ആത്മപ്രശംസ ചെയ്യുമ്പോൾ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിന്റെ 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു, ഒരുവൻ തൻ്റെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ കള്ളനാകുന്നു എന്ന്. മക്കളുടെ മുൻപിൽ നമ്മുടെ സഹോദരങ്ങളെ താഴ്ത്തിക്കെട്ടാതെ, അവൻ എൻ്റെ അവകാശത്തെ അപഹരിച്ചിട്ടുണ്ടാകാം, അവൻ എന്നെ നിഷേധിക്കുന്നുണ്ടാകാം, അവൻ എന്നെ വഴിയിലിട്ട് വഴക്ക് പറയുന്നുണ്ടാകാം, മറ്റുള്ളവരുടെ മുൻപിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും അപമാനിക്കുന്നുണ്ടാകാം. എങ്കിലും അവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചു നോക്കുക. കാലത്തോട് കാലം തീരുന്നതിന് മുൻപ് ദൈവം വലിയ അത്ഭുതം പ്രവർത്തിക്കും. എലിസബത്ത് അമ്മയെ കാണുവാൻ പരിശുദ്ധ അമ്മ കടന്നു പോയപ്പോൾ പരിശുദ്ധ അമ്മയുടെ വന്ദനസ്വരം കേട്ട് എലിസബത്ത് അമ്മയുടെ ഉള്ളിലെ പ്രജ തുള്ളിയതുപോലെ എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ എൻ്റെ സഹോദരൻ്റെ ഉള്ളിലെ ആത്മാവ് തുള്ളുവാൻ, എന്നെ ഉപദ്രവിക്കുന്നവനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഇന്ന് തൊട്ട് നോക്കുക, എന്നെ ഉപദ്രവിക്കുന്നവന് വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ടാകും. അതുപോലെ ആറാമതായി നമ്മുടെ ഭവനത്തിൽ മാതാപിതാക്കൾ സംരക്ഷിക്കപ്പെടണം. നമ്മുടെ ഭവനത്തിൽ മാതാപിതാക്കൾ സംരക്ഷിക്കപ്പെടണം. അവരുടേതായ സ്വഭാവങ്ങളോടുകൂടി കുറവുകളോടുകൂടി മാതാപിതാക്കളെ കരുതുവാനും സംരക്ഷിക്കുവാനും നമ്മളുടെ തിരക്കുകളുടെ ഇടയിൽ നമ്മൾ സമയം കണ്ടെത്തിയേ മതിയാവൂ. നമ്മുടെ മക്കൾ നമ്മുടെ കണ്ണാടിയാണ്. നമ്മുടെ മക്കൾ നമ്മുടെ കണ്ണാടിയാണ്. അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുന്നത് മക്കൾ കാണണം. ഇത് കേൾക്കുമ്പോൾ മാതാപിതാക്കളുടെ ഉള്ളിൽ ഒരു സന്തോഷമൊക്കെ കാണും. എന്നാൽ പ്രിയ മാതാപിതാക്കളെ ഓർക്കുക, കൂടെ നിന്ന് നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന മക്കളെ, അവരുടെ ത്ലാസ് എപ്പോഴും മറ്റു മക്കളിൽ നിന്ന് താന്ന് തന്നെ ഇരിക്കണം. അവരെ സ്നേഹിക്കുവാൻ, കുറവുകളോടുകൂടി മരുമക്കളെ മക്കളായി സ്നേഹിക്കുവാൻ സാധിക്കുമ്പോൾ മാത്രമാണ് പുതിയ തലമുറയുടെ മുൻപിൽ പ്രായമായവർ മാതൃകയായി തീരുന്നത്. നമ്മുടെ സമയങ്ങൾ
നമ്മൾ ഈ ജീവിതം ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുവീനെന്ന് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 16-ാം വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, ഈ വഴിക്ക് നമ്മൾ മുൻപേ പോയിട്ടില്ലല്ലോ. യോശുവ തൻ്റെ ജനത്തോട് നമുക്ക് നമ്മെ തന്നെ ശുദ്ധീകരിക്കാം. യഹോവ നാളെ നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കും. അതിന് കാഴ്ചപ്പാടുകളുടെ വ്യത്യസ്തമായ പിതാക്കന്മാരുടെ നല്ല വഴിയെ മുറുകെ പിടിക്കാം. 2, കണ്ണുനീരിനെ കരുത്താക്കി മാറ്റിയ പിതാക്കന്മാരെ പോലെ കണ്ണുനീരോടുകൂടി പായിലിരുന്ന് പ്രാർത്ഥിക്കുന്ന വ്യക്തി പ്രാർത്ഥനകളെയും കുടുംബ പ്രാർത്ഥനകളെയും ആരാധനകളെയും ഒക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാം. അല്ലെങ്കിൽ സത്യമായും തലമുറ നശിച്ചു പോകും. സത്യമായും തലമുറ നശിച്ചു പോകും. ബലഹീനയായ അടിയൻ പറയുന്നതല്ല, മറിച്ച് ലൂക്കോസിന്റെ സുവിശേഷം, വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായം 3-ാം വാക്യം പറയുകയാണ്, അല്ല മാനസാന്തരപ്പെടാഞ്ഞാൽ നിങ്ങളെല്ലാം അങ്ങനെ തന്നെ നശിച്ചു പോകും. ആ സുവിശേഷ ഭാഗം എന്നും നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കണം. ദിശാബോധം നഷ്ടപ്പെട്ട ഈ ലോകത്തിൽ മൂല്യബോധമുള്ള നല്ല മാതാപിതാക്കളും നല്ല ക്രൈസ്തവ സാക്ഷ്യമുള്ള യുവതി യുവാക്കന്മാരും നല്ല മക്കളും വളർന്നു വന്ന് ഈ ദേശത്തിൽ മാറാബോ പിതാവ് വിതച്ച വിത്ത്, മലങ്കര സഭയിലുടനീളം വളർന്ന വിത്ത് അനന്തര തലമുറയ്ക്ക് കൊടുക്കുവാൻ ഈ ദേശത്തിൻ്റെ മക്കൾക്ക് സാധിക്കട്ടെ. നമ്മളുടെ പെരുന്നാളുകളും റാസകളും എല്ലാം അതിന് മാതൃകയുള്ളതായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിൽ ഒരുമിച്ചായിരിക്കാൻ ഇടവരുത്തിയ സർവശക്തനായ ദൈവത്തിന് കോടാനുകോടി സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. ആയതിന് അവസരം തന്ന ഈ ഇടവകയുടെ വികാരി അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു.